ഹലോ, വെൽക്കം ബാക്ക് ടു യാത്രാസ് കിച്ചൺ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? അപ്പോൾ അതേ പറഞ്ഞു വന്നത് എന്നാന്ന് വെച്ചാൽ ഞങ്ങളുടെ നാട്ടിൽ, അതായത് ഞങ്ങളുടെ ഹൈ റേഞ്ചിൽ മീൻകറി വെക്കുന്നത് എങ്ങനെയാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ ഞാനിപ്പോൾ അവിടുത്തെ ഗസ്റ്റാണ്, എന്നാലും ഒന്ന് കാണിച്ചു തരാട്ടോ. അപ്പോൾ ഇന്ന് കിട്ടിയിരിക്കുന്നത് നമുക്ക് അയലമീനാണേ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ചേരുവകൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ പച്ചമുളക്, ചുവന്ന ഉള്ളി കുഞ്ഞതേ, പിന്നെ നമ്മുടെ വെളുത്തുള്ളി, ഇഞ്ചി, കറിവേപ്പില. അപ്പോൾ ഇതെല്ലാം കൂടെ നമ്മളൊന്ന് കുനുകുനാന്നൊക്കെ, എന്നാൽ ഒരുപാട് കുനുകുനാന്നൊന്നുമല്ല, ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി വേഗം ഒരു ചട്ടി റെഡിയാക്കി അടുപ്പത്തോട്ട് വെച്ചോളൂ. അതൊന്ന് ചൂടാക്കി കഴിയുമ്പോഴത്തേക്ക് നല്ല വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തോളുക. അപ്പോൾ മീൻകറിക്കൊക്കെ ഇത്തിരി എണ്ണ ഉള്ളത് തന്നെയാണ് കേട്ടോ നല്ലത്. ഇനിയിപ്പോൾ എണ്ണ ഒഴിച്ചില്ലെന്ന് ഓർത്തുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. എന്തായാലും ആ ചട്ടിക്കകത്തൊന്ന് ചുറ്റിയെന്ന് എടുത്തോളുക. എന്നിട്ടുണ്ടല്ലോ ഇത്തിരി ഉലുവ, ഇത്തിരി കടുക് രണ്ടും കൂടെ ഒരുമിച്ച് അങ്ങോട്ട് ഇട്ട് കൊടുത്തോളുക. അതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും നമ്മൾ ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, കുച്ചുള്ളി ഇതെല്ലാം കൂടെ ഇട്ടൊന്ന് കൊടുത്ത് ഒരു നുള്ള ഉപ്പ്, അതായത് നമ്മുടെ ഈ ചേരുവകളെല്ലാം കൂടെ ഒന്ന് വഴന്നു വരാനുള്ള ഉപ്പ് അത്രയും മതി. അപ്പോൾ അതും കൂടെ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ടല്ലോ, നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തോളുക. അപ്പോൾ അതൊന്ന് കരിഞ്ഞു പിടിക്കാതെ ഒന്ന് ഇളക്കി കൊടുത്തോളുക. അതൊന്ന് നന്നായിട്ട് മൂത്ത് വന്നതിന് ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ നമ്മുടെ ഇത്തിരി മല്ലിപ്പൊടി, നിർബന്ധമില്ല, വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. പിന്നെ പോയിട്ട് മുളക് പൊടിയാണല്ലോ മീൻകറിയുടെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ഇഷ്ടമുള്ള പോലെ ഇട്ട് കൊടുക്കാം. മുളക് പൊടി ആവശ്യത്തിന് കൂടുതൽ വേണേലും ഇട്ട് കൊടുക്കാം, കുറവ് വേണേലും ഇട്ട് കൊടുക്കാം. ഞാനിവിടെ അത്യാവശ്യം മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പോരാത്തിന് നല്ല എരിവുള്ള മുളക് പൊടിയും കൂടിയാണ് കേട്ടോ. അപ്പോൾ അതും കൂടി ഒന്ന് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് മൂപ്പിച്ചെടുത്തോളാം. അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നിടം വരെ 2-3 തവണ ചുമക്കുകയൊക്കെ ചെയ്യും, അതൊന്നും മൈൻഡ് ചെയ്യേണ്ട. പിന്നീടല്ലോ ഇത്തിരി വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തോളുക. നമ്മുടെ കറിക്ക് എത്രത്തോളം ചാറ് വേണമെങ്കിൽ അത്രത്തോളം ഒഴിച്ചു കൊടുത്തോളുക. പിന്നെ കുടംപുളി ഇട്ടില്ലെങ്കിൽ എന്തും മീൻകറി അല്ലേ. പക്ഷേ എല്ലാ നാട്ടിലും അങ്ങനെയൊന്നും അല്ലല്ലോ. ചില നാട്ടിലൊക്കെ, കൊല്ലം സൈഡിലൊക്കെ കണ്ടിട്ടുണ്ട് തക്കാളി ഇട്ട് കൊടുക്കുന്നത്. എൻ്റെ കൂട്ടുകാരൊക്കെ പറഞ്ഞുള്ള അറിവാണ്. എന്തായാലും ഞങ്ങൾ കുടംപുളിയാണ് ഇട്ട് കൊടുക്കുക സാധാരണ എല്ലായിടത്തും അതെ. അപ്പോൾ ഇനി മീൻകറിക്ക് ആവശ്യമായ ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒരു അരമണിക്കൂർ ഒരു കുഞ്ഞു തിള വന്നു കഴിയുമ്പോഴത്തേക്കും അടച്ചങ്ങ് വെച്ച് വേവിച്ചെടുത്തോളുക. ലോ ഫ്ലെയിം ടു മീഡിയം ഫ്ലെയിം ഇട്ട് കൊടുത്തോളുക. അത് കഴിഞ്ഞതേ നമ്മൾ തുറന്ന് നോക്കിയപ്പോഴത്തേക്കും നമ്മുടെ മീൻകറി ഇരുന്ന് തിളച്ച് അടിപൊളിയായിട്ട് വരുന്നുണ്ട് കേട്ടോ. നല്ല മണം അതങ്ങ് തുറന്ന് കഴിയുമ്പോഴത്തേക്കും അല്ലേ. അപ്പോൾ ഇനി എന്താ ചെയ്യേണ്ടത്, ഒരു 5 മിനിറ്റ് കൂടെ ആ തുറന്ന് വെച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അത് കഴിയുമ്പോഴത്തേക്കും അതൊന്ന് വാങ്ങി വെച്ചിട്ടുണ്ടല്ലോ, ഇത്തിരി നല്ല വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് നല്ല കറിവേപ്പിലയും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് ഒരു 5-10 മിനിറ്റ് കൂടെ അങ്ങ് അടച്ചു വെച്ചു. അത് കഴിയുമ്പോഴത്തേക്കും അതിനിടയ്ക്കുണ്ടല്ലോ ഇതെല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ചുറ്റിച്ചെടുത്തോളുക. തവി കൊണ്ടൊന്നും ഇട്ട് കൊടുക്കണ്ട, കൈ കൊണ്ട് തന്നെ ഒന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് ഇളക്കി അങ്ങോട്ട് കൊടുത്താൽ മതി. എന്നിട്ടുണ്ടല്ലോ അതങ്ങ് അടച്ചങ്ങ് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ അങ്ങ് തുറക്കണം. എൻ്റെ പൊന്നേ, നല്ല മണമെന്നറിയാവോ, എല്ലാവർക്കും അറിയാം. എന്നാലും പിന്നെ ഇനി ഇച്ചിരി നല്ല ചൂട് ചോറും കൂടി അങ്ങോട്ട് എടുക്കണം. ആ ചൂട് ചോറിൻ്റെ അകത്തേക്കുണ്ടല്ലോ ഈ മീനിൻ്റെ ചാറും പിന്നെ പോയിട്ട് ആ മീനും ഒക്കെ കൂടി ഇട്ട്, മീൻ ഇപ്പോൾ കഴിക്കാൻ കൊള്ളത്തില്ല, മീൻ പിറ്റേന്ന് കഴിക്കാനൊക്കെയാണ് നല്ല ടേസ്റ്റ്. പക്ഷേ അപ്പോഴത്തേക്കൊക്കെ തീർന്നു പോകും, അത് വേറൊരു കാര്യം. എന്നിരുന്നാലും ഇതും കൂടി അങ്ങോട്ട് വിരകി അങ്ങോട്ട് കഴിക്കണം. എൻ്റെ പൊന്നേ, വായിൽ വെള്ളം മൂറാത്തവരായിട്ട് വളരെ ചുരുക്കം. എന്നാൽ പിന്നെ ഹൈ റേഞ്ചുകാരുണ്ടെങ്കിൽ ഒന്ന് പ്രത്യേകം പറയണം. ലൈക്ക്, ഷെയറും സബ്സ്ക്രൈബും കമൻറ്റും മറക്കണ്ട.